ഒരിക്കൽ ഇബ്രാഹിം നബി കൊട്ടാരത്തിൽ ചെന്നു. എന്തിനാണ് വന്നത്? രാജാവ് ചോദിച്ചു. അറിഞ്ഞുകൂടെ, നാട്ടിലാകെ ക്ഷാമം പിടിപെട്ടില്ലേ, ധാന്യം വേണം. ഇബ്രാഹിം നബി പറഞ്ഞു. ഞാനാരാണെന്ന് നിനക്കറിയുമോ? രാജാവ് ഗൗരവത്തിൽ ചോദിച്ചു. പ്രവാചകൻ വിനയത്തോടെ ഇങ്ങനെ പറഞ്ഞു. ഏകനായ റബ്ബിന്റെ ഒരടിമ. എന്ത് അടിമയോ? ഞാൻ നിന്റെ റബ്ബിന്റെ അടിമയോ? ഞാനൊരു കാര്യം പറയാം. എല്ലാവരും ചെയ്യുന്നതുപോലെ നീ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അല്ലാതെ ഒരു മണി ധാന്യം ഞാൻ തരില്ല. ഏകനായ റബ്ബിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ സുജൂദ് ചെയ്യുകയുള്ളൂ. മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യില്ല. പറ, ആരാണ് നിന്റെ റബ്ബ്? ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന അല്ലാഹു. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാൻ എനിക്കും കഴിയും, നോക്കിക്കോ. ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ പലതവണ നടന്നിട്ടുണ്ട്. വാദിച്ചു ജയിക്കാൻ നമ്രൂദിന് കഴിഞ്ഞില്ല. ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ചു സംവാദം നടന്നു. മനുഷ്യരെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും എനിക്കു കഴിയും. കാണിച്ചുതരാം. രണ്ടാളുകളെ കൊണ്ടുവന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളി, മറ്റേയാൾ കുറ്റം ചെയ്യാത്ത നിരപരാധി. വധശിക്ഷ അർഹിക്കുന്ന കുറ്റവാളിയെ വെറുതെ വിട്ടു, നിരപരാധിയെ കൊന്നുകളഞ്ഞു. കണ്ടില്ലേ, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഞാനാണെന്ന് മനസ്സിലായില്ലേ? ഞാനാണ് റബ്ബ്. അല്ല, നീ റബ്ബല്ല, അക്രമിയാണ്. എന്റെ റബ്ബ് സൂര്യനെ കിഴക്കുനിന്ന് ഉദിപ്പിക്കുന്നു. നീ റബ്ബാണെങ്കിൽ സൂര്യനെ പടിഞ്ഞാറുനിന്ന് ഉദിപ്പിക്കൂ. ജനം മിഴിച്ചു നിൽക്കുകയാണ്. നമ്രൂദിന് ഉത്തരം മുട്ടിപ്പോയി.